ദാസ് മാത്യു ഇരട്ടയാർ അനന്തക്കാട്ട് തോമസ് ഏലിക്കുട്ടി ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമൻ. 7 വർഷങ്ങൾക്ക് മുമ്പ് നിര്യാതനായ പിതാവ് തോമസിൻ്റെ കൂടെ 15-ാം വയസ്സ് മുതൽ ദാസ് കാർഷിക വൃത്തിയിൽ വ്യാപൃതനായതാണ്. 1968 മാന്നാനം KE കോളേജിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ പിതാവ് തോമസിന്റെ ഹൃദയ അടുപ്പം മണ്ണിനോടും കൃഷിയോടുമായിരുന്നു. ഭാര്യ ഏലിക്കുട്ടി നൽകിയ കരുത്തുറ്റ പിന്തുണ കൂടിയായപ്പോൾ കൃഷി അദ്ദേഹത്തിന് ആനന്ദകരവും ലാഭകരവുമായി. അപ്പനോടൊപ്പം നടന്നു പഠിച്ച കൃഷി കൈവിട്ട് കളയാതെ ദാസ് കാർഷിക വൃത്തിയിൽ പുതിയ വഴികൾ വിട്ടു തുറന്നു. തൻ്റെ 6 ഏക്കർ കൃഷിഭൂമിയിൽ കുരുമുളക്, ജാതി, കാപ്പി, ഏലം, കൊക്കോ, തെങ്ങ്, ഇഞ്ചി ഇവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. എരുമ, കോഴി, പാത്ത ഇവയെയും വളർത്തുന്നു. കൂടാതെ മീൻ കൃഷിയും ഇദ്ദേഹം നടത്തുന്നുണ്ട്. തൻ്റെ നഴ്സറിയിൽ വർഷം തോറും 1 ലക്ഷത്തിൽ കുറയാത്ത കുരുമുളക് തൈകൾ ഇദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നു. കുരുമുളകിൻ്റെ താങ്ങുമരങ്ങൾക്ക് കേടുവർദ്ധിച്ചപ്പോൾ പഴമക്കാർ ഉപയോഗിച്ചിരുന്ന പയ്യാനി മരത്തൈകൾ ഇദ്ദേഹം സ്വയമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. വർഷം തോറും 15,000-ത്തിലധികം തൈകൾ ഇദ്ദേഹം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നു. കണ്ണിന് കുളിർമ പകരുന്ന പൂപ്പന്തൽ അണിയിച്ചൊരുക്കുന്ന യാർഡ് വൈൻ ചെടിയുടെ തൈകളും ഇദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കുടുംബത്തിൽ അമ്മ ഏലിക്കുട്ടിയും ഭാര്യ സോണിയയും 5 മക്കളും നൽകുന്ന കരുത്തുറ്റ പിൻബലത്തിൽ ദാസ് തളരാതെ കൃഷിഭൂമിയിൽ സജീവമാവുകയാണ്. കൃഷി നഷ്ടമായും ഭാരമായും കാണുന്ന പുതിയ കാലഘട്ടത്തിൽ ചിട്ടയായ കൃഷിരീതി ലാഭകരവും ആനന്ദദായകവുമാണ് എന്ന് ദാസ് തെളിയിക്കുന്നു. മണ്ണിൻ്റെ മണമുള്ള ഹൈറേഞ്ചിൻ്റെ പുത്രൻ ദാസ് മാത്യു അനന്തക്കാട്ടിലിന് ഇടുക്കി രൂപത ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സ്നേഹസംഗമ വേദിയിൽ സ്നേഹാദരവുകൾ.